ഹലോ, നിങ്ങൾക്കിപ്പോൾ ഹാഫ് ഇയർലി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ KVയുടെ 4th സ്റ്റാൻഡേർഡിന്റെ ഹാഫ് ഇയർലിയുടെ ഒരു സാമ്പിൾ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഇതേപോലെ ഒരു പാരഗ്രാഫ് ആയിരിക്കും. അത് എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അല്ലേ? അത് ചിലപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്നുള്ള സീൻ പാസേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള അൺസീൻ പാസേജസ് ആയിരിക്കാം. നിങ്ങൾ ഈ പാസേജസ് വിശദമായിട്ടൊന്ന് വായിക്കുക, എന്നിട്ട് ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കാം. നിങ്ങൾക്കിതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കുക. സാധാരണയായിട്ട് അർത്ഥം മനസ്സിലാവുന്നവർക്ക് ഡയറക്റ്റ് ഉത്തരം ഈ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി തീരെ നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇനി ഇതേപോലെ ഈ പാരഗ്രാഫിൽ എവിടെയാ വരുന്നതെന്ന് നോക്കുക, അത് തന്നെയായിരിക്കും ഉത്തരം. एक राजा को प्राकृतिक दृश्यों के चित्र बनाने का बहुत शौक था. ഒരു രാജാവിന് പ്രകൃതിയുടെ സീനറി ഒക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. वो जब भी बाहर जाता चित्रकारी का सामान साथ लेकर जाता. രാജാവ് എപ്പോഴും പുറത്തു പോകുമ്പോൾ ചിത്രം വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകും. एक बार ऊंचे पहाड़ पर उसने सुंदर चित्र बनाया और उसे हर कोन से देखने लगा कि चित्र में कोई कमी तो नहीं है. രാജാവ് ഒരു ദിവസം ഒരു വലിയ പഹാഡ്, മലയുടെ മുകളിൽ പോയിട്ട് ഒരു നല്ല ചിത്രം വരച്ചു. എന്നിട്ട് ആ ചിത്രത്തിന്റെ എല്ലാ സൈഡിൽ നിന്നും രാജാവിന് നോക്കണം, ഈ ചിത്രത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടോന്ന്. ദൂർ സെ ചിത്ര കേസാ ദിഖായി ദേത്താ ഹെ. ദൂരെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പീച്ചെ ഹട്ടെ ഹട്ടെ രാജ പഹാഡി കെ കിനാരെ തക് പഹുഞ്ച് ഗയാ. വലിയ മലയുടെ മുകളിലാണല്ലേ, അപ്പൊ രാജാവ് ചിത്രത്തിലേക്ക് തന്നെ നോക്കിയിട്ട് ബാക്കിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരുന്നു. പാസി ബേഡ് ചരാനെ വാല. ബേഡ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടുകളാണ്. അപ്പോൾ ഒരു ആട്ടിടയനുണ്ട്, ആടിനെയൊക്കെ നോക്കുന്ന ഒരു ചർവാഹ. യേ സബ് ദേഖ് രഹാ താ. രാജാവ് ഈ ചെയ്യുന്നതൊക്കെ അദ്ദേഹം മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഉസ്നെ അപ്നി ഛടി സെ രാജാ കാ ചിത്ര ഫാട് ദിയ. അപ്പൊ പെട്ടെന്ന് രാജാവ് ഇപ്പം ബാക്കിലേക്ക് പോയിട്ട് താഴേക്ക് വീണു പോവില്ലേ? അപ്പോ ഈ ഒരു ആട്ടിടയന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണ്? കയ്യിലുണ്ടായിരുന്ന വടിയെടുത്തിട്ട് രാജാവിന്റെ ചിത്രത്തിന്റെ മുകളിലേക്ക് ഒറ്റയേറ് കൊടുത്തു, എന്നിട്ട് അത് കീറിപ്പോയി. രാജ ആഗ് ബബൂല ഹോ ഗയാ और चरवाहे को ദണ്ഡ് ദേനെ കെ ലിയെ രാജ്മഹൽ മേ ആനെ കി ആജ്ഞ ദി. രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, നീ ഇപ്പൊ തന്നെ രാജ കൊട്ടാരത്തിലേക്ക് വന്നോ, നിനക്ക് ഞാൻ അവിടുന്ന് വലിയ ശിക്ഷ തരുന്നതാണ്. ബാലക് നെ കഹ. അപ്പോ ആ ഒരു ആട്ടിടയനായ കുട്ടി പറഞ്ഞു, മേ തുച്ഛ ചർവാഹ ഹോ. ഞാനൊരു വെറും സാധാരണ ആട്ടിടയനാണ്. മുജെ ദണ്ഡ് കാ ഭയ നഹി ഹെ. എനിക്ക് ഈ ശിക്ഷ കിട്ടുമെന്നുള്ള പേടിയൊന്നുമില്ല. ആപ്കോ കുച്ച് ഹോ ജാത്തെ തോ രാജ്യ അന്യായ് ഹോ ജാത്ത. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, പക്ഷെ അങ്ങ് രാജാവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആപ് പഹാഡി സെ നീച്ചെ ഗിർനെ വാലേ ഥേ. നിങ്ങൾ ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ പോവായിരുന്നു. രാജാനെ നീച്ചെ മുഡ്കർ ദേഖാ തോ ഡർ ഗയാ. അപ്പോഴാണ് രാജാവ് താഴേക്ക് തിരിഞ്ഞു നോക്കുന്നത്. കൊക്ക പോലത്തെ സ്ഥലം കണ്ടപ്പോ പേടിച്ചു പോയി. ഉസ്നെ ചർവാഹേക്കോ ധന്യവാദ് ദിയ. അപ്പോഴാണ് എന്തിനാണ് ഈ ഒരു ആട്ടിടയൻ തന്റെ ചിത്രം നശിപ്പിച്ചത് എന്ന് രാജാവിന് മനസ്സിലായത്. രാജ്മഹൽ മേ ഉസെ ബുലാക്കർ സമ്മാനിത് കിയ. അപ്പൊ അത് ആലോചിച്ചപ്പോ രാജാവ് ആ ഒരു ആട്ടിടയനെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ബഹുമാനത്തോടെ അദ്ദേഹത്തിന് പല സമ്മാനങ്ങളും കൊടുത്തു. ഉസ്കി പഠായി ഓർ പർവരിഷ് കാ ഖർച്ച രാജ്കോഷ് സെ ബാന്ധ് ദിയ. അപ്പൊ ചെറിയ കുട്ടിയാണല്ലേ, ആട്ടിടയനായി പോയിക്കൊണ്ടിരിക്കുകയാണ്, പാവം ദരിദ്രനായ ആളായിരിക്കും. അപ്പൊ അയാളുടെ ഭാവിയിലേക്കുള്ള പഠന കാര്യങ്ങളൊക്കെ രാജകൊട്ടാരം ഏറ്റെടുത്ത്. അപ്പൊ ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. രാജാക്കോ കിസ്കാ ഷൗക് ഥാ. ഇതിന്റെ ആൻസർ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ നോക്കണം. നമ്മൾ കൂടുതൽ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്?
ഈ സെന്റൻസ് പാരഗ്രാഫിൽ ഉണ്ടോ നോക്കുക. एक राजा को प्राकृतिक दृश्यों के चित्र बनाने का बहुत शौक था. അപ്പൊ രാജാവിന് എന്തായിരുന്നു? ചിത്ര ബനാനെ കാ ബഹുത് ഷൗഖ് താ. അപ്പോൾ ആ സെന്റൻസ് അതേപോലെ എഴുതിയിരിക്കുകയാണ്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും. രാജാക്കോ പ്രാകൃതിക് ദൃശ്യോं के चित्र बनाने का बहुत शौक था. അടുത്തത് രാജാ ബാഹർ ജാത്തെ സമയ ക്യാ ലേ ജാതാ ഥാ. രാജാവ് പുറത്തു പോകുമ്പോ എന്തായിരുന്നു കൊണ്ടുവരുന്നത്? അത് അടുത്ത സെന്റൻസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വഹ് ജബ് ഭി ബാഹർ ജാതാ. രാജാവ് പുറത്തു പോകുമ്പോ ചിത്രകാരി കാ സാമാൻ സാത്ത് ലേക്കർ ജാതാ ഥാ. വഹ് ജബ് ഭി ബാഹർ ജാതാ, അതേ സെന്റൻസ് എഴുതി വെച്ചിരിക്കുകയാണ്. വഹ് ജബ് ഭി ബാഹർ ജാതാ ചിത്രകാരി കാ സാമാൻ സാത്ത് ലേക്കർ ജാതാ ഥാ. ഇനി ഇത്രയും വലിയ സെന്റൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുതാൻ പറ്റിയില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? ക്യാ ലേ ജാതാ. എന്താണ് കൂടെ കൊണ്ടുവരുന്നത്? എന്താണ്? ചിത്രകാരി കാ സാമാൻ. അത്രയെങ്കിലും നിങ്ങൾ അവിടെ എഴുതണം. ഓക്കെ. രാജാനെ കഹാൻ ചിത്ര ബനായ. രാജാവ് എവിടെ നിന്നായിരുന്നു ചിത്രം വരച്ചുകൊണ്ടിരുന്നത്? അടുത്ത സെന്റൻസിലേക്ക് വായിച്ചു നോക്കാം. एक बार ऊंचे पहाड़ पर उसने सुंदर चित्र बनाया. എവിടെയായിരുന്നു? രാജാനെ ഊഞ്ചെ പഹാഡ് പർ ചിത്ര ബനായ. ഇവിടെ ഉണ്ട് കേട്ടോ, ഊഞ്ചെ പഹാഡ് പർ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് നോക്കുക, കഹാം. ഏത് ക്വസ്റ്റ്യൻ ഹിന്ദിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. മുമ്പത്തേതില് ക്യാ, എന്ത്. ഇവിടെയോ കഹാം, എവിടെ. അപ്പോ വേറെ ഒന്നും നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല എങ്കിൽ പഹാഡ് പർ, എവിടെയായിരുന്നു? പഹാഡ്, അത്രയെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ. രാജാനെ ഊഞ്ചെ പഹാഡ് പർ ചിത്ര ബനായ. ചർവാഹ ക്യാ ചരാ രഹാ ഥാ. ചർവാഹ എന്ന് പറഞ്ഞ ആട്ടിടയൻ. ആട്ടിടയൻ എന്തായിരുന്നു ചെയ്യുന്നത്? പാസ് മേ ബേഡ് ചരാനെ വാല ചർവാഹ. ക്വസ്റ്റ്യൻ എന്താണ്? ചർവാഹ ക്യാ ചരാ രഹാ ഥാ. ക്യാ, എന്ത്. ആട്ടിടയൻ എന്തിനെയായിരുന്നു മേയിച്ചുകൊണ്ടിരുന്നത്? ചർവാഹ. ക്യാനെ റീപ്ലേസ് ചെയ്യുക, ബേഡ് എന്ന് എഴുതുക. അത്രയേ ഉള്ളൂ ആൻസർ. ചർവാഹ ബേഡ് ചരാ രഹാ ഥാ. വിലോം ശബ്ദ ലിഖോ. വിലോം ശബ്ദം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. പീച്ചെ, പീച്ചയുടെ ഓപ്പോസിറ്റ് എന്താ? ആകെ. പാസ്, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ദൂർ. പീച്ചെ പുറകിൽ, ആകെ ഫ്രണ്ടിൽ, പാസ് അടുത്ത്, ദൂർ ദൂരെ. ഗദ്യ പദ്യ. ആദ്യത്തെ ഒരു പാസേജിന്റെ ആൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എവിടുന്നായിരിക്കും? അതെ, നിങ്ങളുടെ ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ടീച്ചേഴ്സ് എഴുതി തന്നിട്ടുണ്ടാവും. അത് നന്നായിട്ട് പഠിക്കണം. വലിയ വലിയ സെന്റൻസസ് ഒന്നും പഠിക്കണ്ട, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വേണം ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിക്കാൻ. നസറുദ്ദീൻ കിസ്സേ മിൽക്കർ ബഹുത് ഖുഷ് ഹുയേ. നസറുദ്ദീൻ ആരെ കണ്ടിട്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നത്? ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് ആണ് കിസ്സേ. ആരെ, ആരെ. നസറുദ്ദീൻ അപ്നെ പുരാനെ ദോസ്ത് ജമാൽ സെ മിൽക്കർ ബഹുത് ഖുഷ് ഹുയേ. ഇവിടെ കിസ്സേ എന്നാണ് ചോദിച്ചത്. കിസ്സേനെ റീപ്ലേസ് ചെയ്തിട്ട് അപ്നെ പുരാനെ ദോസ്ത് ജമാൽ സേ എന്ന് എഴുതി കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യനിലുള്ളത് അത് തന്നെ നമുക്ക് അങ്ങനെ എഴുതി വെക്കാം. സന്യാസി ने सीधे सीधे शब्दों में भिक्षा क्यों नहीं मांग ली. രാജാവിന്റെ അടുത്ത് സന്യാസി നേരെ ചെന്നിട്ട് എനിക്ക് കുറേ പൈസ വേണം എന്നല്ല പറഞ്ഞത്. സന്യാസി എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ 20 days നിങ്ങളുടെ ഭിക്ഷ സ്വീകരിക്കും, ഒരു ദിവസം വാങ്ങിക്കുന്നതിന്റെ ഡബിൾ ആയിരിക്കും അടുത്ത ദിവസം. അങ്ങനെ ഒരു പ്രത്യേക ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് രാജാവിന്റെ അടുത്ത് സന്യാസി കുറേ പൈസ വാങ്ങിച്ചത്. എന്തുകൊണ്ടാണ് ഡയറക്ട്ലി സീതേ സീതേ നേരെ തന്നെ ചോദിക്കാഞ്ഞത് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു അതിന്റെ കാരണം? ക്യോങ്കി. ഏത് ക്വസ്റ്റ്യനിലാണോ ക്വസ്റ്റ്യൻ വേർഡ് ക്യോം എന്ന് തന്നിരിക്കുന്നത് ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉത്തരം എഴുതാം. ഒന്ന് അതിന്റെ ഫുൾ സെന്റൻസ് എഴുതാം. ഇനി നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ
ജസ്റ്റ് ക്യോംകി, അതിന്റെ റീസൺ ആണ് ക്യോംകി, ബിക്കോസ് അവിടെ മുതൽ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു കാരണം? ക്യോംകി വ ജാൻതാ ഥാ, ആ ഒരു സന്യാസിക്ക് അറിയാമായിരുന്നു കി രാജാ കഞ്ചൂസ് ഹേ, രാജാവ് വെറും പിശുക്കനാണെന്ന് സന്യാസിക്ക് അറിയായിരുന്നു. ഓർ കുച്ച് നഹി ദേഗാ, രാജാവിനോട് ഡയറക്ട്ലി ചോദിച്ചിരുന്നെങ്കിൽ രാജാവ് വെറും പിശുക്കനാണ്, ഒരു പൈസയും തരില്ലായിരുന്നു. അതുകൊണ്ടാണ് സന്യാസി വളഞ്ഞ വഴിയിലൂടെ ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൂഫാൻ ക്യാ ഹേ, ബാദലോं को തൂഫാനി ക്യോं കഹാ ഗയാ ഹേ? തൂഫാൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് ചാപ്റ്റർ ആണ്, നിങ്ങളുടെ എല്ലാവരുടെയും ബുക്കിൽ ഉണ്ടാവും, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ച രീതിയിൽ തന്നെ എഴുതണം. ഇവിടെ നമുക്ക് നോക്കാം. ഭാരി ബാരിഷ് ഓർ തേജ് ഹവാ കോ തൂഫാൻ കഹത്തെ ഹേ, ശക്തമായ കാറ്റും മഴയും വരുന്നതിനാണ് തൂഫാൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ രണ്ടാമതൊരു സെക്ഷനും കൂടി ഉണ്ട്, അത് വിട്ടുപോകാൻ പാടില്ല. ബാദലോं को തൂഫാനി ക്യോं കഹാ ഗയാ ഹേ? എന്തുകൊണ്ടാണ് ബാദൽ, ക്ലൗഡ്സിനെ തൂഫാനി എന്ന് വിളിക്കുന്നത്? बादलों को तूफानी इसलिए कहा गया है क्योंकि यह तेज हवा के साथ भारी बारिश लाते हैं. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി, ക്യോंकि बादल तेज हवा के साथ भारी बारिश लाते हैं. लाते हैं എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. വ്യാകരൺ അടുത്ത സെക്ഷൻ. ആദ്യത്തെ സെക്ഷൻ എന്തായിരുന്നു? പാസേജ് ആണ്. രണ്ടാമത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. മൂന്നാമത്തെ സെക്ഷൻ ആണ് വ്യാകരൺ. അതായത് വിലോം ശബ്ദ്, തുക് വാലെ ശബ്ദ്, വചൻ ബദലോ, ലിംഗ് ബദലോ എന്നിങ്ങനെയുള്ള എല്ലാ വ്യാകരണം അത് നിങ്ങൾ ഓരോന്ന് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കലൈ ഖുൽന കാ വാക്യ ബനാവോ. കലൈ ഖുൽന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാള് എല്ലാം ഒരു കുട്ടി പറയാ, ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ് ആണ്, ഞാൻ എല്ലാം പഠിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര ഷോ ഓഫ് നടത്തിയിട്ട് ലാസ്റ്റ് എക്സാമിന് മാർക്ക് വന്നപ്പോൾ ആ കുട്ടിക്ക് ആകെ കുറച്ച് മാർക്ക് കിട്ടിയുള്ളൂ. ഇതുവരെ കാണിച്ചിരിക്കുന്ന കള്ളം പറഞ്ഞതൊക്കെ എക്സ്പോസ് ആയി. അപ്പോൾ കലൈ ഖുൽന എന്ന് പറഞ്ഞാൽ കള്ളത്തരം എക്സ്പോസ് ആവുന്നതിനാണ് പറയുന്നത്. ആ ഒരു വാക്ക് വെച്ച് നിങ്ങൾ ഒരു സെന്റൻസ് ഉണ്ടാക്കണം. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ എക്സാമിന് ഇത് തന്നെ വരണം എന്നില്ല. ഈ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉസ്കെ ഝൂട്ട് കി കലൈ ഖുൽ ഗയി, അയാളുടെ കള്ളത്തരത്തിന്റെ കലൈ ഖുൽ ഗയി. വിലോം ശബ്ദ ലിഖോ, ഇത് നിർബന്ധമായിട്ടും വരുന്ന സെഷൻ ആണ്. നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സിലെയും വിലോം ശബ്ദ ടീച്ചേഴ്സ് എഴുതി തന്നിട്ടുണ്ടാവും, അത് ഒരുമിച്ച് പഠിക്കുക. ഫസ്റ്റ് വൺ മുഷ്കിൽ. മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള, ബുദ്ധിമുട്ടാവുക. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ആസാൻ, ഈസി. മുഷ്കിലിന്റെ ഓപ്പോസിറ്റ് ആണ് ആസാൻ, ആസാൻ. പുരാന, പഴയ, നയ, പുതിയ. തുക് മിലാനെ വാലെ ശബ്ദ ലിഖോ. നിങ്ങൾക്കപ്പൊ ഇപ്പൊ അറിയാം തുക് മിലാനെ വാലെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? തുക് എന്ന് പറഞ്ഞാൽ റൈമിങ്. അപ്പൊ റൈമിങ് വേർഡ് ആണ് എഴുതേണ്ടത്. ലഡ്ത്തി, പടുത്തി, ബടുത്തി, ചടുത്തി എന്ത് വേണമെങ്കിലും എഴുതാം. പീല, നീല. ശബ്ദോं के आगे വിശേഷൺ ലഗായേ. വിശേഷൺ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബിംഗ് വേർഡ്, എന്തിനെങ്കിലും വിശേഷിപ്പിക്കുന്നത്. ഇവിടെ അച്കൻ, അച്കൻ എന്തായിരുന്നു? നസ്രുദ്ദീന്റെ വലിയ അച്കൻ, ഒരു വലിയ കോട്ട് പോലുള്ള ലോങ് ഡ്രസ്സാണ് ഫ്രണ്ട് ജമാലിന് കൊടുത്തിരുന്നത് അല്ലേ? അതിനെ എങ്ങനെയായിരുന്നു ചാപ്റ്ററിൽ വിശേഷിപ്പിച്ചിരുന്നത്? ബഡ്കീലി. ചാപ്റ്ററിൽ ബഡ്കീലി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇനി നിങ്ങൾക്ക് ആ സമയത്ത് ബഡ്കീലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിന് ഡിസ്ക്രൈബിംഗ് വേർഡ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ചാപ്റ്ററിൽ നിന്ന് നേരിട്ട് എഴുതണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം നീല അച്കൻ, നീല കളറുള്ള അച്കൻ, ലംബ അച്കൻ, വലിയ അച്കൻ. അങ്ങനെ നിങ്ങൾക്ക് അവിടെ വരുന്ന അതിനോട് മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു വേർഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവിടെ ഫിൽ ചെയ്യാം. ഓക്കെ. ദോസ്ത്, അതേപോലെ തന്നെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് പുരാന ദോസ്ത് എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം അച്ഛാ ദോസ്ത്, ബഡാ ദോസ്ത്. അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏത് വേർഡാണോ നിങ്ങൾക്ക് അറിയുന്നത് അത് ഉപയോഗിച്ചിട്ട്
ഈ ഇത് ഫിൽ ചെയ്യാൻ പറ്റും. ലിംഗ് ബദലോ. ലിംഗ് ബദലോ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണെങ്കിൽ അതിനെ പുല്ലിംഗമാക്കി മാറ്റണം, പുല്ലിംഗമാണെങ്കിൽ സ്ത്രീലിംഗമാക്കണം. അതായത് ജെൻഡർ ചേഞ്ച് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് ദാദാ. ദാദേന്റെ സ്ത്രീലിംഗം എന്താണ്? ദാദി. മാലിക്. മാലിക് എന്ന് പറഞ്ഞ മുതലാളി. മാൽക്കിൻ. മാലിക്കിന്റെ സ്ത്രീലിംഗമാണ് മാൽക്കിൻ. പര്യായവാചി ശബ്ദലിഖോ. ഇതിന്റെ അർത്ഥം എഴുതാനാണ്. നദി. നദിയുടെ നിങ്ങളുടെ ബുക്കിൽ എഴുതി തന്നിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോന്നിനും രണ്ട് മീനിങ് വീതം തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 മീനിങ് എഴുതുക, ഇല്ലെങ്കിൽ ഒരു മീനിങ് എങ്കിലും എഴുതുക. ഇപ്പൊ ഇവിടെ നദി, സരിത. അത് മാത്രമല്ല ഇനിയും വേർഡ്സ് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാകും. പേട്. പേട് എന്ന് പറഞ്ഞാൽ എന്താ? മരം. മരത്തിന് വൃക്ഷ. വചൻ ബദൽ കർ ലിഖോ. വചൻ സിംഗുലാറിനെ പ്ലൂറൽ ആക്കണം, പ്ലൂറൽ ആണെങ്കിൽ സിംഗുലാർ ആക്കണം. ബച്ച ഒരു കുട്ടി, ബച്ചേ കുറേ കുട്ടികൾ. മഹിള ഒരു ലേഡി, महिलाएं കുറേ സ്ത്രീകൾ. वाक्यांश के लिए एक शब्द लिखें जो रात को जाग कर पहरा देता है. ഇതിനെ ഒറ്റ വാക്കായിട്ട് എഴുതണം. ഒരു വലിയൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, അത് ആരാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേർഡാക്കി മാറ്റി എഴുതണം. പപ്പ ചെറിയ കുട്ടിയായിരുന്നപ്പോ പപ്പയ്ക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? എന്താവണം, എന്തൊക്കെ ജോലിയാണ് ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള. അപ്പോ ഫസ്റ്റ് ആഗ്രഹമായിരുന്നു രാത്രി ഉറക്കമൊഴിഞ്ഞ് ആരുടെ ജോലി ചെയ്യണമെന്നായിരുന്നു? ചൗക്കീദാർ. ഇനി അടുത്തത് ജോ വായുയാൻ ചലാത്താ ഹേ. വായുയാൻ. വായുയാൻ എന്ന് പറഞ്ഞ എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ ഓടിക്കുന്നത് ആരാ? പൈലറ്റ് ആണ്. പൈലറ്റിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് വായുയാൻ ചാലക്. വായുയാൻ ചാലക്. ആ ചാപ്റ്ററിൽ ഇനിയും ഇതുപോലെ ജോലികളുണ്ട്. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഇതിന് പകരം ആ ഓരോ ജോലിയും ചെയ്യുന്ന ആളുടെ പേരെന്താ എന്നായിരിക്കും തരിക. അപ്പൊ ആ ജോലികളുടെ പേരുകളൊക്കെ നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. दिए गए वाक्यों में सर्वनाम शब्दों को चुनकर गोला लगाइए. സർവനാം എന്താണ്? സർവനാം പ്രോനൗൺ ആണ്. ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞു ദീപക് അവിടേക്ക് പോവുകയാണ്. അടുത്ത സെന്റൻസ് പറയുമ്പോൾ നമ്മൾ ദീപക്കിന് പകരം അവൻ. അവൻ അവിടെ പോയതിനു ശേഷം തിരിച്ചു വന്നു. അപ്പൊ രണ്ടാമത്തെ സെന്റൻസിൽ അവനാണുള്ളത്. ഈ അവനാണ് പ്രോനൗൺ. അതുപോലെ ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതെങ്കിലും സർവനാം ശബ്ദം ഉണ്ടോ? ഹം ആജ് ഘൂംനെ ജാ രഹി ഹേ. ഹം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. ഹം അതൊരു സർവനാമമാണ്. ഹം. വഹ് റോജ് വിദ്യാലയ ജാത്താ ഹേ. അവൻ അവൾ അല്ലെങ്കിൽ ആ ആള് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട്. അതൊരു പേരല്ല, അയാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വഹ് റോജ് വിദ്യാലയ ജാത്താ ഹേ. വഹ് ഒരു സർവനാമാണ്. അടുത്തത് അപ്നെ വിദ്യാലയക്ക് ബാരെ മേ 5 വാക്യ ലിഖോ. ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വരും. എന്തെങ്കിലും ഒരു ടോപ്പിക് തരും. ഒന്നുകിൽ നിങ്ങളുടെ വിദ്യാലയം ആയിരിക്കും, അല്ലെങ്കിൽ തൂഫാനിനെ പറ്റി ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ജനറൽ ടോപ്പിക് തന്നിട്ട് അതിനെപ്പറ്റി 5 സെന്റൻസ് എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ എഴുതാൻ ശ്രമിക്കുക. മേരാ വിദ്യാലയ കാ നാം. എല്ലാവർക്കും അറിയില്ലേ ഈ സെന്റൻസ്? മേരാ വിദ്യാലയ കാ നാം. എന്റെ വിദ്യാലയത്തിന്റെ പേരാണ് കേന്ദ്രീയ വിദ്യാലയ. മേരാ വിദ്യാലയ കാ നാം കേന്ദ്രീയ വിദ്യാലയ ഹേ. എഴുതാൻ പറ്റില്ലേ? അടുത്തത് മേരാ വിദ്യാലയ ബഹുത് ബഡാ ഓർ സുന്ദർ ഹേ. എന്റെ സ്കൂള് വളരെ വലുതും ബ്യൂട്ടിഫുള്ളും ആണ്. ഇതിനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മേരാ വിദ്യാലയ ബഹുത് ബഡാ ഹേ, മേരാ വിദ്യാലയ ബഹുത് സുന്ദർ ഹേ. അപ്പൊ തന്നെ 3 സെന്റൻസസ് ആയില്ലേ? ഹമാരെ വിദ്യാലയ മേ. ഹമാരെ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മേരാ വിദ്യാലയ എന്ന് തന്നെ എഴുതാം. ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ.
हमारे विद्यालय में एक बड़ा खेल का मैदान है. खेल का मैदान എന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട്. ഇപ്പൊ എല്ലാ സ്കൂളിലും പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും അല്ലേ? हमारे विद्यालय में एक बड़ा खेल का मैदान है. ഇല്ലെങ്കിലോ हमारे विद्यालय में एक खेल का मैदान है. അത്രയായാലും മതി. हमारा विद्यालय में अच्छे शिक्षक पढ़ाते हैं. ശിക്ഷക് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആണ്. നല്ല ടീച്ചേഴ്സ് ആണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. हमारे विद्यालय के पुस्तकालय. പുസ്തകാലയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലൈബ്രറി. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലെ പുസ്തകാലയമേ बहुत सारी पुस्तकें हैं. ഞങ്ങളുടെ സ്കൂളിലെ പുസ്തകാലയത്തിൽ കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പൊ 5 സെന്റൻസ് ആയി. ഇനി വേണമെങ്കിൽ ഒരു എക്സ്ട്രാ സെന്റൻസ്. मैं अपने विद्यालय में हर दिन. ഞാൻ എൻ്റെ സ്കൂളിൽ എല്ലാ ദിവസവും बहुत कुछ नया सीखता हूँ. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അടുത്തത് സഹി ശബ്ദ പർ ഗോല ലഗാവോ. കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഈ തന്നിരിക്കുന്ന വേർഡ്സിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. ഫസ്റ്റ് ധനുഷ്, ധനുഷ്. ബൽക്കി, ബൽക്കി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഡ്. ഹിസാബ്, ഹിസാബ്. മാത്ര ലഗാക്കർ ഫിർ സെ ലിഖോ. ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ മാത്ര, അതിന് അത്യാവശ്യമായിട്ടുള്ള ചില മാത്ര വിട്ടുപോയിട്ടുണ്ട്. ബയ, ബയ അല്ല ബയ്യ. ബയ്യ എന്ന് പറഞ്ഞ ബ്രദർ, ചേട്ടനാണ് ബയ്യ. ഗല്ലക്, ഗല്ലക് ആയിരുന്നോ കുട്ടി ബ്രദറിന്റെ അടുത്ത് പറഞ്ഞത്? ആരുടെ ഗുല്ലക്ക് പൊട്ടിക്കാനായിരുന്നു? ചേട്ടന്റെ അല്ലേ? അപ്പൊ ഗുല്ലക്, ഗുല്ലക് എന്ന് പറഞ്ഞ പിഗ്ഗി ബാങ്ക്, പൈസ ഇട്ട് വെക്കുന്ന ഒരു കണ്ടെയ്നർ ആണ്. ചന്ദ്രബിന്ദു യാ നുക്ത ലഗാക്കർ ശബ്ദ ലിഖോ. ഇനി ഈ തന്നിരിക്കുന്ന വേർഡ്സിലും ഒരു ഡോട്ടും ചന്ദ്രബിന്ദുവും ഒക്കെ മിസ്സിംഗ് ആണ്. അത് എവിടെ കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഫസ്റ്റ് ജരൂരി, ജരൂരി അല്ല, ജാന്റെ അടിയിൽ ഒരു കുത്തു കൊടുക്കണം. അപ്പൊ അത് ജറൂരി. ജറൂരി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജറൂരി ബാത്ത്. ജായേഗെ, ജായേഗെ അല്ല ജായേങ്കെ. അവിടെയാണ് ചന്ദ്രബിന്ദു. नीचे दिए गए गद्यांश को सुंदर हस्तलेख में लिखिए. ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ലൈനിൽ നല്ല ഭംഗിയായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുക. നല്ല ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കും കിട്ടും. അപ്പൊ ആദ്യം ബസാർ മുതൽ അവസാനത്തെ കഹനെ ലഗെ വരെ അതുപോലെ നോക്കി ഒന്നുപോലും വിട്ടുപോകാണ്ട് വൃത്തിയായിട്ട് എഴുതുക. റിക്ത സ്ഥാൻ ഭർക്കർ ശബ്ദ പൂരേ കരേ. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സിൽ ചില ലെറ്റേഴ്സ് മിസ്സിംഗ് ആണ്. അത് നിങ്ങൾ കൊടുക്കണം. ഫസ്റ്റ് വൺ കി ഡാഷ് മിച്ച്, കിർമിച്ച്, കിർമിച്ച് കെ ഗേന്ദായിരുന്നു അല്ലേ? അടുത്തതോ ബാദ്ഷാ, ബാദ്ഷാഹ്, ബാദ്ഷാ. അങ്ങനെയാണ് എഴുതുക. ഓക്കെ. നിമ്നലിഖിത് ശബ്ദോ കെ അർത്ഥ ലിഖിയേ. ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എഴുതണം. ആദ്യം തന്നെ അഭ്യാസ്, അഭ്യാസ് എന്ന് പറഞ്ഞ കോശിഷ്, അതിന് ട്രൈ ചെയ്യുന്നതിനാണ് അഭ്യാസ്, കോശിഷ്. ഹർഷാവോ, ഹർഷാവോ എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യൂ, ഹാപ്പി ആക്കൂ. ഖുഷ് കരോ. ഗപ്ഷപ്പ്, നസറുദ്ദീൻ തന്റെ ഫ്രണ്ടിന്റെ കൂടെ ഗപ്ഷപ്പ് ഒക്കെ ചെയ്തു അല്ലേ? എന്തായിരുന്നു ഗപ്ഷപ്പ്? കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അവര് തമ്മിൽ സംസാരിച്ചു. ബാത്ചീത്, ഗപ്ഷപ്പിന്റെ മീനിങ് ആണ് ബാത്ചീത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിന്റെ പാറ്റേൺ നോക്കി ഓരോന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളുടെ ബുക്കിലുള്ള അതേപോലത്തെ വേർഡ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായി പഠിച്ച് മനസ്സിലാക്കി വെക്കണം. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിൽ ഓർക്കാൻ ഈസി ആയിട്ട് നിങ്ങൾക്കത് പിന്നെയും എഴുതാൻ പറ്റുന്ന രീതിയിൽ വേണം പഠിക്കാൻ. ആദ്യത്തെ പാസേജ് ഒരിക്കലും വിടരുത്. അതിന്റെ ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അതേ വാക്കുകൾ നിങ്ങളുടെ പാസേജിൽ ഉണ്ടാവും. ആ ഒരു സെന്റൻസ് തന്നെയായിരിക്കും അതിന്റെ ആൻസർ അധികവും വരിക. അപ്പൊ അത് തീരെ മനസ്സിലായില്ലെങ്കിൽ ആ സെന്റൻസ് അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സീ യു സൂൺ. ബൈ.